Dear Plus One students, welcome to Lakshya School Plus. I am Jobin KJ, your faculty for accountancy. So guys, നമുക്ക് പ്ലസ് വണ്ണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ജേണൽ ആൻഡ് ലെഡ്ജർ. നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും നമുക്ക് അതെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ജേണൽ എൻട്രി എഴുതിയിട്ട് അത് ജേണലിൽ നമ്മൾ എൻട്രി ഇടുക, അതുപോലെ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക, ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇനി അതുപോലെ എന്തൊക്കെയാണ് ജേണൽ ആൻഡ് ലെഡ്ജർ തമ്മിലുള്ള ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു ട്രാൻസാക്ഷൻ എഴുതിയിട്ടുണ്ട്. പർച്ചേസ്ഡ് മെഷീനറി ഫോർ ₹1 lakh ബൈ ചെക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തു. എന്ത് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തത്? ചെക്ക് കൊടുത്തിട്ടാണ്. ചെക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും വരിക? ബാങ്ക് ആയിരിക്കും വരിക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും വരുന്നത്? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇതാണ് നമ്മുടെ ജേണൽ എൻട്രി വരുന്നത്. സോ റുപ്പീസ് എന്ന് പറയുന്നത് 1 lakh ആണ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നരേഷൻ ആയിട്ട് എന്താ കൊടുക്കുക? ഇനി പർച്ചേസ്ഡ് മെഷീനറി ഫോർ അല്ലെങ്കിൽ പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ നരേഷൻ എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കും. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. സോ ഈ ഒരു ജേണൽ എൻട്രി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക? ഇവിടെ രണ്ട് അക്കൗണ്ട്സ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് മെഷീനറി അക്കൗണ്ട് ആണ്. ഓക്കെ, ഒന്നാമത്തെ നമ്മുടെ അക്കൗണ്ട് മെഷീനറി അക്കൗണ്ട് ആണ്. രണ്ടാമത്തെ നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ്. ക്ലിയർ ആണല്ലോ. സോ ഇത് ലെഡ്ജറിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം രണ്ട് ലെഡ്ജറുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് നമുക്ക് മെഷീനറി എന്ന് പറയുന്ന അക്കൗണ്ടിന് ലെഡ്ജർ കൊടുക്കാം. രണ്ടാമത് നമുക്ക് ബാങ്ക് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ലെഡ്ജർ കൊടുക്കാം. ലെഡ്ജറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം ഒരു ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ടാവും, അതുപോലെ ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ടാവും. ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് രണ്ട് സൈഡിലാണ് ഉള്ളത്. ഇനി നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് നിങ്ങൾ നോക്കിയേ, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നാണ് വരുന്നത്. സോ മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ എന്താ ജേണൽ എൻട്രി എഴുതുക? ടു ബാങ്ക്. ഓക്കെ, മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ എഴുതാൻ പോകുന്ന ജേണൽ എൻട്രി എങ്ങനെയാണ്? ടു ബാങ്ക് എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ജേണൽ എൻട്രി എഴുതുക. ഓക്കെ, ബാങ്ക്. എത്ര രൂപയായിരിക്കും വരുന്നത്? നമുക്ക് 1 lakh rupees ആയിരിക്കും നമ്മുടെ എമൗണ്ട് ആയിട്ട് വരുന്നത്. മെഷീനറി അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് എഴുതി. സോ ഇതിലൂടെ എന്താണ് മീൻ ചെയ്യുന്നത്? നമുക്കറിയാം മെഷീനറി എന്ന് പറയുന്നത് ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. വെൻ അസറ്റ് അക്കൗണ്ട് ഇൻക്രീസസ് വി ഷുഡ് ഡെബിറ്റ് ഇറ്റ്. ഓക്കെ, ഒരു അസറ്റ് അക്കൗണ്ട് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. സോ ഇതിലൂടെ എന്താണ് മീൻ ചെയ്യുന്നത്? മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു. എന്ത് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തു? ചെക്ക് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തു. അതാണ് എന്ത് ചെയ്യുന്നത്? മീൻ ചെയ്യുന്നത്. സോ അടുത്തതിലേക്ക് വരാം. നമുക്ക് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ്. സോ നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് ഈസ് ഓൾസോ ആൻ അസറ്റ് അക്കൗണ്ട് അല്ലെ. ബാങ്ക് അക്കൗണ്ട് എന്താണ്? ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? മെഷീനറി നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ അസറ്റ് എന്ത് ചെയ്യും? കുറയും. നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബാങ്ക് അക്കൗണ്ടിന്റെ ഏത് സൈഡിലായിരിക്കും വരുന്നത്? ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരുന്ന അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ആണ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ജേണൽ എൻട്രി എങ്ങനെ വരുന്നത്? ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ടിൽ ബൈ മെഷീനറി എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ജേണൽ എൻട്രി എഴുതാൻ വേണ്ടി പോകുന്നത്. ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? മെഷീനറി ബൈ മെഷീനറി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ 1 lakh rupees നമ്മൾ നോട്ട് ചെയ്യും. സോ ഇതാണ് നമ്മളുടെ നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടും അതുപോലെ ജേണൽ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഏത് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്? അത് ജേണൽ എന്ന് പറയുന്ന ജേണലിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതൊരു ജേണൽ ആണ് അല്ലെ, ഇതൊരു ജേണലാണ്. സോ ജേണലാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ലെഡ്ജറിലാണ്. ഇത് നമുക്കറിയാം രണ്ട് അക്കൗണ്ടും ലെഡ്ജർ അക്കൗണ്ട്സ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി എന്താണ് ഈ ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. സോ ഫസ്റ്റ് നോക്കിയേ, ജേണൽ എന്ന് പറയുന്നത് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ഫസ്റ്റ് ആണ് അല്ലെ, ഫസ്റ്റ് എൻട്രി ആണ്. ഇനി ലെഡ്ജർ അറിയപ്പെടുന്നത് എന്താണ്? ലെഡ്ജർ ഈസ് ദ പ്രിൻസിപ്പൽ ബുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. പ്രിൻസിപ്പൽ ബുക്ക് എന്നാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. രണ്ടാമത് നോക്കിയേ, രണ്ടാമത്തെ വളരെ സിമ്പിൾ ആണ്. ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫസ്റ്റ് ഇൻ ജേണൽ ആൻഡ് ഫൈനലി ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൊണ്ടുപോകുന്നത്. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇനി നമുക്കറിയാം ജേണലിൽ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് വേണം, ഡോക്യുമെന്ററി എവിഡൻസ് വേണം, വൗച്ചേഴ്സ് വേണം. അതാണ് പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് ഈസ് ദ ബേസിസ് ഫോർ റൈറ്റിംഗ് ജേണൽ. ജേണൽ എഴുതാൻ വേണ്ടി നമുക്ക് തെളിവുകൾ വേണം. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബേസിസ് എന്താണ്? ജേണലാണ് നമ്മുടെ ബേസിസ്. ജേണൽ ഈസ് ദ ബേസിസ് ഫോർ റൈറ്റിംഗ് ലെഡ്ജർ. ഇനി നമുക്കറിയാം ജേണൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? There is no balancing. Balancing is not done in journal. But in the case of ledger account നമ്മൾ ഓരോ അക്കൗണ്ട് എന്ത് ചെയ്യും? ബാലൻസ് ചെയ്താണ് പോകുന്നത്. All ledger accounts are balanced. ഇനി നമുക്കറിയാം നമ്മൾ ഈ ജേണൽ എഴുതുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്നത് ജേണലൈസിങ് എന്നാണ്. ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നതിന് ലെഡ്ജർ പോസ്റ്റിംഗ് എന്നാണ് നമ്മൾ പറയാറ്. സോ ദാറ്റ് ഈസ് എ ലാസ്റ്റ് ഡിഫറൻസ്. The process of recording entries in journal is called journalizing. Then the process of recording entries in ledger is called
പോസ്റ്റിംഗ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഡിഫറൻസ് ആയിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക, ലോജിക്കലായിട്ട് നമ്മുടെ ജേണൽ ആൻഡ് ലെഡ്ജർ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഈ ഡിഫറൻസ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അതുപോലെ നന്നായിട്ട് പഠിച്ച് എക്സാമിനേഷൻ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.